ഗൈസ്, അപ്പം ഇന്ന് രാവിലെ നമ്മളുടെ വീട്ടിലൊരു ഗസ്റ്റ് വരുന്നുണ്ട്. ഇവിടെ അല്ല, അവിടെ. അപ്പം ഞാനും ഉണ്ണിയും കുളിച്ച് റെഡി ആയിട്ട് അങ്ങോട്ട് പോവാണ്. അപ്പം അച്ഛനമ്മയൊക്കെ ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് അവിടെ വെച്ചിട്ട് കാണാം. ഹലോ. ഞങ്ങളപ്പോൾ അമ്പാഴിനെ വെയിറ്റ് ചെയ്ത് നിൽക്കണിട്ടാ. അമ്പാഴിയാണെങ്കിൽ വന്നിട്ടില്ല. ഒരു കാര്യം പറയാം, നമ്മൾ നേരത്തെ റെഡിയായി നിൽക്കണ ദിവസം അവൻ ലേറ്റ് ആവും, അല്ലെങ്കിൽ ആരാണ് വരുന്നത് അവർ ലേറ്റ് ആവും. വരുന്നുണ്ട് തോന്നുന്നുണ്ട്, ഹോണിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. എത്തിപ്പോയി. ഞങ്ങളപ്പോൾ അവിടെ നേരെ പോയത് നമ്മുടെ സൂപ്പർ മാർക്കറ്റിലേക്കാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു പൈനാപ്പിൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. കാരണം നമ്മളൊന്ന് ചിക്കൻ ബിരിയാണിയാണ് വെക്കുന്നത്. അപ്പോൾ കുഞ്ഞനാണെങ്കിൽ അപ്പുറത്ത് കേശവയുണ്ട്, കേശവയിൽ പോവാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ കേശവ ബേക്കറി. അപ്പോൾ കുഞ്ഞനെയും ഇവിടുത്തെ ചേട്ടൻ കേശവ എന്നാണ് വിളിക്കാറ് കേട്ടോ. എങ്ങനെയുണ്ട് മതിയാ? ഹാപ്പി ബർത്ത്ഡേ ആവട്ടെ കേട്ടാ. എടുക്കാട്ടാ പോരെ? വാ സമയം പോണ്. അച്ഛനെവിടെ ഞാൻ ചിക്കൻ ഫ്രൈ ഇട്ടിരിക്കുന്ന ബിരിയാണിക്കുള്ള ചിക്കനാണ് കേട്ടോ. പിന്നെ നമ്മുടെ സവോളയും കാഷ്യും ഇട്ടു. നല്ല അടിപൊളി. കാണുമ്പോൾ തന്നെ അതിൻ്റെ സ്മെല്ലുണ്ടല്ലോ മക്കളെ, ഒരു രക്ഷയില്ല. അടിപൊളി തന്നെ, അടിപൊളി. ഇങ്ങനെയായിരിക്കണം ബിരിയാണിയുടെ ചിക്കൻ കറി. എവിടെയെങ്കിലും പറയല്ല ഒരുപാട് ബിരിയാണിക്കുള്ള പൈനാപ്പിൾ കട്ട് ചെയ്തിട്ട് അച്ഛനെ കട പറഞ്ഞത്, പക്ഷെ അത് ഏറ്റെടുത്തു. കാരണം അവനറിയാം എനിക്ക് ശരിക്കും ചെയ്യാനറിയില്ല. നല്ല മഴയുള്ള ദിവസമായതുകൊണ്ട് അച്ഛൻ പറഞ്ഞ നല്ല ചൂടുള്ളൊരു മിൻറ്റ് ടീ ഇട്ടായിരുന്നെങ്കിൽ രസമായിരുന്നു. അപ്പോൾ ഞാൻ മിൻറ്റ് ലീഫ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഒരു മിൻറ്റ് ടീ ഉണ്ടാക്കിയിട്ടാ. എന്താ ചെയ്യാ, പലർക്കും പല ടേസ്റ്റ് അല്ലേ. അല്ല ഞാൻ അവിടെ അറിയണ്ട. ഒരാൾക്ക് കടുപ്പം കൂടുതൽ, ഒരാൾക്ക് മധുരം കൂടുതൽ, ഒരാൾക്ക് മധുരം കുറവ്, ഒരാൾക്ക് നോർമൽ. എന്നൊക്കെ കാണും. എനിക്കാണെങ്കിൽ കടുപ്പം കൂടിയാലും അധികം കൂടാൻ പാടില്ല. അതെന്താ എന്താ കടുപ്പം കൂടുതല, കടുപ്പം കുറവ്. നല്ല തണുപ്പത്ത് നല്ല ചൂടുള്ള കട്ടൻ കാപ്പിയല്ല, കട്ടൻ ചായ. ചായ എന്താ ബടിയ കലിപ്പിലാണല്ലോ. പൂരാടം അല്ല ഉത്രാടല്ലേ, ഉത്രാട ദിനം. അവിടെ രക്ഷക്കുട്ടി നാളെ പോവല്ലേ? ഞങ്ങളൊക്കെ മിസ് ചെയ്യോ? ഞങ്ങളെ മിസ് ചെയ്യോ? അപ്പോൾ നമ്മുടെ ഗസ്റ്റ് വീട്ടിലെത്തിയിട്ടുണ്ട്. നിങ്ങളിതിന് മുന്നേ ഇവരെ കണ്ടിട്ടുണ്ടാവും എൻ്റെ വീഡിയോസിൽ.
ഒരു നാട് പൊള്ളാച്ചിയാണ്. പൊള്ളാച്ചിയിലാണ് അവർ താമസിക്കുന്നത് കേട്ടോ. അമ്മ വൈശാഖ് നീ മാത്രം വന്ന പാടെ നിന്ന നിപ്പിൽ തന്നെ നമ്മൾ കുറേ വിശേഷങ്ങൾ അങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ മോനാണ് കഴിഞ്ഞ വട്ടം വന്നിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ മൂത്ത മോനും ഭാര്യയും കുട്ടികളാണ്. ഇവരാണെങ്കിൽ ബെൽജിയം എന്ന പറയുന്ന സ്ഥലത്താണ് ഉള്ളത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ നാട്ടിൽ വന്നതാണ്. അപ്പോൾ കുറേ നാളായിട്ടുണ്ട് നാട്ടിലൊക്കെ വന്നിട്ട് ഇവർ. അപ്പോൾ നമ്മുടെ നാട്ടിലേക്കും നമ്മളെയൊക്കെ കാണാനും കൂടിയിട്ടാണ് അവർ ഇങ്ങോട്ട് വന്നത്. ഭയപ്പെടാനോ നല്ല സമയം ബിരിയാണി അല്ല ബിരിയാണി ചെയ്തു ഇവിടെ കൊട്ടല്ലേ. ഏയ് ഇങ്ങനെ ഇവന്താ അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളുടെ അപ്പുറത്തെ വീട്ടിൽ കൊടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയപ്പോൾ കുറച്ചധികം അരിയിട്ട് വെച്ചു. അപ്പോൾ അവർക്കും കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾക്കാണെങ്കിൽ ദം ബിരിയാണിയാണ് ഇഷ്ടം. പക്ഷെ അമ്മയ്ക്കാണെങ്കിൽ ദം ബിരിയാണി ഇഷ്ടമില്ല. വേറെ സെപ്പറേറ്റ് റൈസ്, സെപ്പറേറ്റ് ചിക്കൻ അങ്ങനെയാണ് ഇഷ്ടം. അച്ഛൻ്റെ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. ബിരിയാണി, ഫ്രൈഡ് റൈസൊക്കെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. വേണ്ട വെച്ചിട്ട് തമിഴ് ഭാഷ പഠിക്കാൻ പറ്റുള്ളല്ലേ, ഇത് മലയാളം പഠിക്കണം. അങ്ങനെ അവരാദ്യം ഇരുന്നു, പിന്നെ അച്ഛൻ്റെ ഇരുന്നു, പിന്നെ അമ്പാടി ഇരുന്നു. ഞാൻ അമ്മയും ചേട്ടൻ വരാൻ വേണ്ടി കാത്തിരുന്നു കേട്ടോ. ചേട്ടന് ഇന്ന് വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പോൾ അമ്പാടി പറഞ്ഞു അടിപൊളി അടിപൊളി നമുക്കിരുന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇവിടെയാണെങ്കിൽ ഭയങ്കര കഥയായിരുന്നു. പിന്നെ അവിടുത്തെ കഥ പറച്ചിൽ കഴിഞ്ഞ് പിന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെ അവിടെ ഇരുന്ന് കുറേ നേരം സംസാരിച്ചു. ഇവരെ കണ്ടിട്ട് കുറേ വർഷങ്ങളായിട്ടുണ്ട്, ഈ ചേട്ടനെയും വൈഫിനെയും കണ്ടിട്ട്. അവരുടെ മക്കളെയും മക്കളുടെ ഒന്നും കണ്ടിട്ടേ ഇല്ല എന്ന് പറയും. അപ്പോൾ ചേട്ടൻ വന്നിട്ടുണ്ട്. ചേട്ടനെ 2 മണി കഴിഞ്ഞിട്ടുണ്ട് വന്നപ്പോൾ കേട്ടോ. ചേട്ടൻ വന്നു, ഞാനും ചേട്ടനും ഫുഡ് കഴിച്ചു, കൂടെ അമ്മയുണ്ടായിരുന്നു. എടുത്ത ഡയറ്റുകളൊക്കെ ഈ ഓണത്തോട് കൂടി പോയിരിക്കുകയാണ് കേട്ടോ. കാരണം ബിരിയാണി കഴിക്കലും ഫ്രൈഡ് റൈസും സദ്യയും എല്ലാം കൂടി ഡയറ്റൊക്കെ പൊളിച്ചടക്കിയിട്ടുണ്ട്. ഇനി വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ പിന്നെ ഒരു ഇറങ്ങാനുള്ള ടൈമായി. ബൈ കുഞ്ഞ ഹഗ്ഗേ. അയ്യടാ
അങ്ങനെ അവർ പോയിട്ടാ. അപ്പോൾ അവർ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ചേട്ടനും ഉണ്ണിയും കൂടിയിട്ട് അതൊക്കെ നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ പൊള്ളാച്ചിയിലത്തെ കുറേ ചിപ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കഴിഞ്ഞ വട്ടം വന്നപ്പോഴും ഒരു മുറുക്കുണ്ട്, അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പുറത്തെ വീട്ടിലുണ്ടാക്കണതാണെന്നാണ് പറഞ്ഞത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ സ്വീറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചോക്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ ബെൽജിയം ചോക്ലേറ്റ് എന്ന് കേട്ടിട്ടേ ഉള്ളൂ, പക്ഷേ നല്ല ചോക്ലേറ്റ് ആയിരുന്നു കേട്ടോ. എന്തൊരു ടേസ്റ്റ് ആയിരുന്നു. ഇപ്പോഴും കഴിക്കാനായിട്ട് തോന്നും, അത്രയും ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്നേക്കാളും ഡിഫറെൻ്റ് ആയിരുന്നു ആ ഒരു ചോക്ലേറ്റ് കേട്ടോ. അവർ കൊണ്ടുവരുന്ന ഹേസൽ നട്ടിൻ്റെയും പിന്നെ വേറെ ഒരു ബോക്സിലുണ്ടായി. ഈ ബോക്സിൽ നിറയെ ചോക്ലേറ്റ് ആയിരുന്നു. അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചേട്ടനാണെങ്കിൽ ഷുഗർ കട്ടാണ്, 1 ഇയർ ഷുഗർ കഴിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡിസംബറിൽ സ്റ്റോപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനൊക്കെ ആണെങ്കിൽ ഈ ചോക്ലേറ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ, ചോക്ലേറ്റ് എനിക്ക് വലിയ താല്പര്യമില്ല, പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ചോക്ലേറ്റ്. ഞാനൊക്കെ ആണെങ്കിൽ ഷുഗർ കട്ടൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു, പിന്നെ ഞാൻ ഷുഗർ കഴിക്കും. ചോക്ലേറ്റൊക്കെ കഴിച്ചാണ് നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ അവർ തമിഴ്നാട്ടിലത്തെ മല്ലിപ്പൂ, അതായത് മുല്ലപ്പൂ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അമ്മ അപ്പം നാളേക്കുള്ള കരുനാരങ്ങയൊക്കെ വെക്കാൻ പോകണം സദ്യക്കുള്ള. അപ്പോൾ നല്ലൊരു മുളക് കിട്ടിയിട്ടുണ്ട് കേട്ടോ, നല്ല ഡിസൈനുള്ളൊരു മുളക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഇട്ടിട്ടാണ് ഈ അച്ചാർ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ഗുഡ് ബൈ.